അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ വയനാടൻ മീൻകറിയും കാസർഗോഡൻ ഓട്ടുപോളയാണ്. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം. ഹായ്, ഇത് കുളിച്ച് വിളക്ക് വെച്ച് കഴിഞ്ഞ സമയത്താണ് ഫ്രീയായിട്ട് മീൻ കൊണ്ടുവന്നിട്ട്. എനിക്കാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞാൽ ഒരു പണിയെടുക്കാൻ എനിക്കിഷ്ടമല്ല. എന്ത് ചെയ്യാനാണ്, മീൻ കൊണ്ടുവന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഫ്രീയായിട്ടിനനുസരിച്ചാണെങ്കിൽ മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്താ ചെറിയൊരു മീൻ കറിയും ചെറിയൊരു മീൻ വറവും തയ്യാറാക്കുന്നത് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മീൻ നന്നാക്കിയിട്ട് വരാം കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യത്തിലേക്ക് മീൻ കറി വെക്കുന്നത് ഒന്ന് ഇഷ്ടമാണ് കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ വയനാട്ടിൽ ചെറിയ ചെറിയ തക്കാളി കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, നാടൻ തക്കാളിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് മീൻ കറി നല്ല ടേസ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ള അമ്മ. അപ്പോൾ ജസ്റ്റ് എന്തായാലും ഒന്ന് വെച്ചിട്ട് നോക്കാം. എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്, പക്ഷെ വൃത്തിയാക്കിയിട്ടില്ല. ഇതിന് എല്ലാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ പേസ്റ്റ് ആക്കണം, പച്ചമുളകൊക്കെ റെഡിയാക്കണം, സവാള അരിയണം. ചെറിയ പീസ് സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. മീൻ നന്നാക്കി കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആ ഇത്ര സാധനം മാത്രം മീൻ കറിയിലേക്ക് ആവശ്യപ്പെട്ടു കേട്ടോ. ഓക്കെ ഗൈസ്, വെച്ചിട്ടുണ്ട്, ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് മറ്റേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്പെഷ്യലായിട്ട് ഇൻഗ്രീഡിയൻ്റ് പച്ചക്കുരുമുളക് നമുക്ക് കറി വെക്കാൻ വേണ്ടി കേട്ടോ. ഇത് നേരത്തെ കുറച്ച് തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ കുരു ഒന്ന് പോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ കുരു ഒന്ന് പോക്കി തൊലി മാത്രമാക്കിയിട്ട് എടുക്കാം. കാരണം വെച്ചാൽ ഭയങ്കര പുളിയാണ് ഇതിന്, അതുകൊണ്ടാണ് ഈ കുരു പോക്കാനുള്ള കാരണം കേട്ടോ. അപ്പം ഞാൻ കുരുമുളക് ഓരോന്നോരോന്നായിട്ട് പൊടിച്ചിടാണ് കേട്ടോ. കുറച്ച് മതിയാവും എരിവുള്ള കൊണ്ട് തന്നെ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു പേസ്റ്റ് ആക്കിയിട്ട് വരാവേ. ഇപ്പം ഗ്യാസ് എത്തിച്ചിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കുടുക്കാന്നുണ്ട് പറയാം. കുടുക്കാണ് ചട്ടിയാണ്, അറിയില്ല എന്താ സാധനമാണെന്നോ. ഒന്നില്ലെങ്കിൽ ചട്ടി അല്ലെങ്കിൽ കൊടുക്കുക. ഇതിൽ ഒരു സാധനം ചെയ്യാം, ഗ്യാസിലേക്ക് വെക്കുക. ഇവിടെ ചൂടായി വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഈ ഒരു സാധനത്തിൽ വെളിച്ചെണ്ണ ചൂടാൻ കുറച്ച് ടൈം എടുക്കും, കുറച്ച് കട്ടി കൂടിയതായതുകൊണ്ട് കേട്ടോ. എന്നാൽ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. ചൂടായതിലേക്ക് ഇത് കാണുന്നുണ്ടോ, ഇത് ഒരു വേലേ ഈ സാധനം ഇട്ടിട്ട് അങ്ങോട്ടോട്ട് മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കുറേ ഇടാൻ പാടില്ല, വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇതായതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയല്ല, മുളക് പൊടിയെ തെറ്റിക്കല്ല അതിൻ്റെ ദിവസം ഞാൻ കഷ്ടപ്പെട്ടതിലേക്ക് ഒപ്പിക്കുന്നതാണ്. പൊട്ടി വരുന്ന കടുകിലേക്ക് നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില രണ്ടും കൂടി ഇട്ടോ നല്ല കാര്യം. നെക്സ്റ്റ് നമ്മുടെ ഉള്ളി എടുത്തിട്ട് ഇടാം. ഉള്ളി വളരെ കുറച്ചിട്ടാൽ മതി, അതിലേക്ക് ഒരു മധുരം വരുന്നതുകൊണ്ടാണ്. ഉള്ളിയിലേക്ക് എന്ത് ചെയ്യാം, തക്കാളി പൊട്ടിച്ച് തക്കാളി അങ്ങനെ ഇടാം കേട്ടോ. തക്കാളി ഇടാം, 4-5 പച്ചമുളക് അത് ഇടാം. നന്നായിട്ടൊന്ന് അഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് നേരം അടച്ച് വെക്കാം. അടച്ചിട്ട് കത്താനായിട്ട് കുറച്ച് എന്താ പറയുക, പിന്നെ വെന്ത് വരുമ്പോൾ കുറച്ചിങ്ങനെ ചെറുതായിട്ടുണ്ടാവില്ലേ, പറ്റിയ പോലാണ് സമയത്ത് അതിൽ കുറച്ച് ഉപ്പുമാവും ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട്, ഒരക്ഷരം പഠിക്കാത്തതുകൊണ്ട് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വെറുതെ വെടിവെച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. വെടിവെച്ച് കളിക്കുന്നത് പപ്പടം കുത്തിയും കൊണ്ടാണ്. അതെങ്ങാനും കയ്യിലോ വില കുത്തിയ ആൾക്കാരി. കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാവേ. മഞ്ഞപ്പൊടി ഇട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ മീനിലേക്ക് കൂടി വേണ്ടിയിട്ടാണ്, അതനുസരിച്ചിട്ട് ഇടാം. നെക്സ്റ്റ് എന്ത് ചെയ്യാം, മഞ്ഞപ്പൊടി ഇട്ടതിന് പുറകെ തന്നെ ഉപ്പും കൂടി ഇടാം കേട്ടോ. പിന്നെ എന്ത് ചെയ്യും, പെട്ടെന്ന് വെന്ത് വരിക. ഇത് കുറച്ച് നന്നായി വെന്തതിന് ശേഷം മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ദിവസം അതിൻ്റെ ഇടയ്ക്ക് സെല്ലും ചെയ്തതുകൊണ്ട് കഴിച്ചാൽ നമുക്ക് ഫോൺ കൊടുത്താലാണ് ഉണ്ടാതിരിക്കുള്ളൂ കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, നന്നായി വെന്ത് വന്നതിന് ശേഷം മാത്രമേ മറ്റേ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുരുമുളകിൻ്റെ ഒക്കെ ഒരു പേസ്റ്റ് ഇടാൻ പാടുള്ളൂ. കാരണം ഇത് മുന്നേ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് അടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ആവും.
അതുകൊണ്ടാണ് ഇതായത് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടത്. അത് കുറച്ച് ചതച്ചിട്ട് നല്ല ചതച്ചിട്ടില്ലാതെ എത്ര പേസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ബാക്കി നമ്മളുടെ പേസ്റ്റയിലേക്ക് ആക്കിയപ്പോഴേക്ക് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇതിലേക്ക് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കും. നമ്മുടെ കാശ്മീരി മുളക് പൊടി 1-2 സ്പൂൺ ഇട്ടു കേട്ടോ. കാരണം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എരിവും കുറവാണ്, നല്ലൊരു കളർ കോമ്പിനേഷൻ ഉണ്ടാവും. അപ്പം ഞാനൊരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ കുറച്ചൊരു കളർ വരാൻ, കൊഴുപ്പ് പോലെ വരാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പുളി എടുത്തിട്ടുണ്ട്. പുളി ഒന്ന് കലക്കിയിട്ട് വരാമേ. ഓക്കെ, അപ്പോൾ നമ്മുടെ പുളിവെള്ളം ആയിട്ടുണ്ട്. പുളിവെള്ളം എന്ത് ചെയ്യുക, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലൊന്ന് കലക്കി കൊടുക്കാം. നല്ലോണം കലക്കിയിട്ടുണ്ട് കേട്ടോ, കാണുന്നില്ലേ, നല്ല കളറാൻ വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്കതിലേക്ക് നമ്മളുടെ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ മത്തിക്കുട്ടന്മാരിടാം കേട്ടോ. ഇപ്പോൾ എല്ലാ മത്തിയും വളരെ ചെറിയ രീതിയിലാണ്. ഇത് നന്നാക്കാൻ നല്ല പാടാണ് കേട്ടോ. വലിയ മത്തിനൊക്കെ തിമിങ്ങൽ തന്നും തോന്നുന്നുണ്ട്. ചെറുതിനെ ആകുമ്പോൾ പെട്ടെന്ന് കിട്ടൂലല്ലോ, അതുകൊണ്ടായിരിക്കാം കടലിൽ ഇപ്പോൾ ചെറിയ മത്തികൾ മാത്രം. ഓക്കെ, അങ്ങനെ നമ്മുടെ മത്തികളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മത്തിയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞ് നമ്മൾ കളർ റെഡിയാവും. ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ മത്തി ഇട്ടതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കറിവേപ്പില ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം. 1-2 ഇഷ്ടമുള്ള പീസ് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് കൊടുക്കുക. ചെറിയൊരു അടപ്പ് പോലെ എന്ത് ചെയ്യാം, ചെറിയൊരു അടപ്പും കൊണ്ട് ഈ കറി ഒന്ന് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം വേവാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തേങ്ങ ചിരവിയിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ ചിരവാൻ പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. മാത്രമല്ല എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഏറ്റവും പെട്ടെന്ന് ചെയ്യുന്നൊരു പരിപാടിയാണ്. തേങ്ങ പീസാക്കുക, മിക്സിൻ്റെ ജാറിലിടുക, അടിക്കുക, നല്ല പൗഡറിൻ്റെ പൊട്ട് വിടുന്ന പോലെ നല്ല വൃത്തിക്ക് അടിച്ചെടുക്കുക കേട്ടോ. ഇത്ര വേഗം മതിയാവും. അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യും, തേങ്ങാപ്പാൽ ഈ മീനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലാണേ ഒഴിക്കുന്നത് ഞാൻ. തേങ്ങേൻ്റെ ആ ഒരു എന്താ പറയുക, തേങ്ങ അരച്ച ഒരു അരവില്ല കേട്ടോ. കുറച്ച് ഈ പാത്രത്തിലേക്ക് കുറച്ചുകൂടി വെള്ളമാക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിൽ വെക്കാം. ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്നിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ എൻ്റെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ടത് കുറച്ച് കുറഞ്ഞൊരു സംശയമുണ്ട്. കാരണം വെച്ചാൽ റെഡിഷ് കളർ വന്നിട്ടില്ല കേട്ടോ. നല്ല രസമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് വെക്കട്ടെ. സൂപ്പർ. സ്വന്തം ഉണ്ടാക്കിയ കറി സ്വന്തമായിട്ട് സൂപ്പർ തുറന്നതായിരിക്കും SB എന്നല്ലേ. സത്യം പറയാം ഗൈസ്, അടിപൊളി കറിയാണ്, അടിപൊളി. നമുക്കേ കുറച്ചൊന്ന് നൈനൂസിന് കൊടുത്തോ, നൈനൂസിന് റിയാക്ഷൻ എന്ന് നോക്കാമല്ലോ. കറിയാണ്, രസമുണ്ടോ? ഇപ്പോൾ സൂപ്പറാണ്, നല്ല കറിയാണ്.
സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു. ഗൈസ്, നമ്മൾ തിളയൊക്കെ നിന്ന സമയത്ത് നമ്മുടെ മീൻ കറിക്ക് നല്ല റെഡിഷ് കളർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പം സെറ്റായിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം കേട്ടോ. വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം കേട്ടോ.